നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അതും പച്ചക്ക് കഴിക്കുന്നത്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ രാജേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. പത്മ മാഡം ഇന്ദ്രജ മാഡം ഒക്കെ എന്താ പറയുന്നെന്ന് വെച്ചാ അത് അപ്പൊ തന്നെ അനുസരിച്ചേക്കണം, അല്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരും. അയ്യോ, വരുന്നതിന് മുമ്പ് തന്നെ 2 മണിക്കൂർ ആ ആശുപത്രി വരാന്തയെ വെച്ച് രാജുവിനെ ക്ലാസ് എടുത്ത് വിട്ടതാ. അതൊന്നും തെറ്റിക്കൂല ഞാൻ. പിന്നെ മോളുടെ അവസ്ഥ എന്താണെന്ന് രാജു എന്നോട് പറഞ്ഞു. അത് വന്നപ്പോ തന്നെ എനിക്ക് ബോധ്യാവുകയും ചെയ്തു. അല്ല, ഈ പൂജ കാണുന്നപ്പോ ശരിക്കും മോൾ അവിടെ നിന്ന് പോയതാണോ അതോ ആരെങ്കിലും പറഞ്ഞു വിട്ടതാണോ? മനുഷ്യേട്ടൻ അതൊന്നും നോക്കണ്ട. പറമോളെ. മനുഷ്യേട്ടാ, ഞാനും അച്ഛനൊക്കെ ദൈവത്തിന്റെ സ്ഥാനത്ത് കാണുന്നതായി യതീന്ദ്രൻ സാറിനെ. മനുഷ്യേട്ടൻ ഇപ്പൊ ചോദിച്ച ചോദ്യം യതീന്ദ്രൻ സാറ് ചോദിച്ചപ്പോ എനിക്ക് നുണ പറയേണ്ടി വന്നു. സാറിനോട് നുണ പറയുന്നത് വലിയ സങ്കടാ. ഞാൻ ആ പൂജയിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് പത്മ മാഡത്തിന് വലിയ നിർബന്ധമായിരുന്നു. പൂജ സമയത്ത് ഞാനിവിടെ കാണാൻ പാടില്ലെന്ന് ഇന്നലെ രാത്രി പത്മ മാഡം നിർബന്ധമായിട്ട് പറഞ്ഞു. അവരുടെ വീട്, അവർ നടത്തുന്ന പൂജ, അവർക്ക് കിട്ടേണ്ട ഐശ്വര്യം അതെന്തിനു ഞാൻ തട്ടിക്കളയുന്നേ? അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത്. പിന്നെ സൂര്യ സാറിനോടും യതീന്ദ്രൻ സാറിനോടും ഇത് പറഞ്ഞു കഴിഞ്ഞാല് അവർ രണ്ടുപേരും പത്മ മാഡത്തിനോട് ബഹളം വെക്കും. പ്രത്യേകിച്ച് സൂര്യ സാറ്. അതുകൊണ്ട് പറഞ്ഞൂല്ല. എന്ത് ചെയ്യാനാ മോളെ, ഓരോരുത്തരുടെ തലവിധി. അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാ? അതെ മോളെ, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കിയാലോ? അതേ മനുഷ്യേട്ടാ, ഇപ്പൊ തന്നെ വൈകി. സത്യമായിട്ടും വൈകി. വയറ്റത്ത് ചെറുതായിട്ട് ഗ്യാസും കയറി തുടങ്ങി. മോള് പേടിക്കണ്ട. എന്താ ഉണ്ടാക്കാന്ന് വെച്ചാൽ വേവ് നോക്കാൻ 1-2 ഞാൻ എടുക്കും. പിന്നെ അവര് കഴിച്ചു കഴിയുന്നവരെ ഞാൻ കാത്തിരുന്നോളാം. പിന്നെ നമ്മള് കടയിലൊക്കെ പോകുമ്പോഴേ നല്ല ബിസ്ക്കറ്റൊക്കെ കിട്ടൂലേ, അത് വാങ്ങിച്ച് വെറുതെ കുപ്പിയിലിട്ട് അടുക്കളയിൽ വെക്കണം. നമ്മള് പണിയെടുത്ത് തളർന്നു വീണാലേ ഇവിടെ ആരും ഉണ്ടാവൂല നോക്കാൻ. നമ്മളെ നോക്കിയാലേ പറ്റുള്ളൂ. നാളെ പോകുമ്പോ ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിക്കാം. പോകുമ്പോ പറഞ്ഞിട്ട് പോണം. ചില ബിസ്ക്കറ്റ് ഒന്നും ഞാൻ തൊടാറില്ല. ഞാൻ കഴിക്കാത്ത ബിസ്ക്കറ്റ് ഒന്നും ഇവിടെ വാങ്ങിച്ച് വെക്കാനും പാടില്ല. എന്നാ നമുക്ക് തുടങ്ങാം മോളെ. ഓ ആയിക്കോട്ടെ. രാജേട്ടൻ വരുമ്പോഴേക്കും മണിച്ചേട്ടൻ ഇവിടെ ഗംഭീരാക്കുന്ന എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം മോളെ. പൂജയൊക്കെ നന്നായി നടന്നു അല്ലേ പത്മ? നന്മ നിറഞ്ഞ മനസ്സോടെ പൂജയിൽ പങ്കെടുത്തവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യും. തനിക്ക് അനുഗ്രഹം കിട്ടുമോ പത്മ? അല്ല, കളങ്കമില്ലാത്ത മനസ്സോടെയാണ് താൻ ഇന്ന് പൂജയിൽ പങ്കെടുത്തത്. എന്തു പറ്റി? ഗൗരവത്തില് ചില ചോദ്യങ്ങള്. ഇടോ, നാണം ഉണ്ടോടോ തനിക്ക്? നന്ദിനിയെ കാണാതായി ഞാനും സൂര്യ അവളെ തേടി നടക്കുമ്പോ താൻ എന്താ പറഞ്ഞത്? അവൾ അവളുടെ ഇഷ്ടത്തിന് എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. അതാണോ വാസ്തവം? ഇവിടെ നടക്കുന്ന സുഹാസിനി പൂജയിൽ പങ്കെടുക്കാൻ പാടില്ല, ഇറങ്ങിപ്പോവാൻ താനല്ലേ അവളോട് പറഞ്ഞത്? ഓ, തമ്പുരാട്ടി അങ്ങനെ മൊഴിഞ്ഞോ? അവൾ എന്നോടൊന്നും പറഞ്ഞില്ല, സൂര്യയോടും പറഞ്ഞില്ല. കാരണം ഈ കുടുംബത്തിന് അത് കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് അവൾ തീരുമാനിച്ചിരുന്നു.
പിന്നെ നിങ്ങൾ അവളുടെ മനസ്സ് വായിച്ചിരുന്നോ? അതോ ഏതെങ്കിലും പ്രസിദ്ധനായ ജോത്സ്യന്റെ അടുത്ത് പോയിരുന്നോ? കളിയാക്കണ്ട. അടുക്കളയിൽ നിൽക്കുന്ന മണിയോട് അവള് സങ്കടത്തോടെ പറയുന്നത് ഞാൻ കേട്ടതാ. അശോ, അത് അവളുടെ മിടുക്ക്. ആ, ഇറങ്ങിപ്പോയതിന്റെ കാരണം നിങ്ങൾ ചോദിച്ചപ്പോ അവള് പറഞ്ഞോ? സൂര്യ ചോദിച്ചപ്പോഴും പറഞ്ഞില്ല. രാജുവിന് പകരം ഇന്നലെ അടുക്കളയിൽ ജോലിക്ക് വന്ന ആ മണി, അവന്റെ മുമ്പിലൊക്കെ അവള് സത്യം പറയും. അല്ല, അവനെന്താ ദൈവു ഈ വേദനകളൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാൻ? പത്മ, ഇതില് അവളുടെ മിടുക്ക് എന്താന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്? ഈ കുടുംബത്തിൽ ഞാൻ കാരണം ഒരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല സാറേ എന്ന് പറയുമ്പോ അവളിൽ നിങ്ങൾക്കുള്ള ബഹുമാനം വർദ്ധിക്കും. സൂര്യക്ക് അവളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള താല്പര്യവും കൂടും. പക്ഷേ എനിക്കെതിരെ പറയാനുള്ളത് മുഴുവൻ അവള് പറയും, അത് നിങ്ങൾ കേൾക്കുകയും ചെയ്യും. വെറുതെ അല്ല അടുക്കളയിൽ നിൽക്കുന്ന മണിയോട് പറഞ്ഞത്, നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി തന്നെയാ. ഏത് കാര്യം വളച്ചൊടിക്കാനുള്ള തന്റെ ആ മിടുക്കുണ്ടല്ലോ, അതാ ഇപ്പൊ പുറത്തു വന്നത്. താൻ നിൽക്കുന്ന അതേ പൂജയിൽ അവള് നിൽക്കാൻ പാടില്ല എന്നുള്ള തന്റെ ധാർഷ്ട്യം, അതല്ലേ നടന്നത്. പക്ഷെ പത്മ, തന്റെ ഈ തീരുമാനങ്ങൾക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ ഒരു തീരുമാനമുണ്ട്. അതാണ് താൻ ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ച ഉമയമ്മ ദേവിയുടെ അതേ കാറിൽ അവളും കൂടി വന്ന് ഇറങ്ങിയത്. സൂര്യ അവളുടെ കഴുത്തിൽ താലി കെട്ടുമ്പോ തനിക്ക് പൂവിട്ട് അനുഗ്രഹിക്കേണ്ടി വന്നു. ഒരു കാര്യം താൻ ഓർത്തു, ഓരോ തവണയും താൻ അവളെ തള്ളിപ്പറയും തോറും സൂര്യയും അവളും തമ്മിലുള്ള അടുപ്പം ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുക. അവരെ വേർപിരിക്കാൻ തനിക്ക് പറ്റില്ല പത്മ. ഈ ജീവിതത്തിൽ അത് ഉണ്ടാവില്ല. കഴിഞ്ഞോ? ശരിയാ, ഞാൻ അവളോട് ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. അതെന്റെ ധാർഷ്ട്യമോ അഹങ്കാരമോ ആണെങ്കിൽ അതങ്ങ് സഹിച്ചോ. അല്ല, നിങ്ങളിപ്പോ പറഞ്ഞല്ലോ പത്മ നിൽക്കുന്ന സ്ഥാനത്ത് പത്മയ്ക്ക് കിട്ടുന്ന അതേ സ്ഥാനം അവൾക്ക് കിട്ടരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. യെസ്, എത്ര കുളിപ്പിച്ചൊരുക്കി എടുത്താലും പത്മ നിൽക്കുന്ന സ്ഥാനത്ത് അവൾക്ക് നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ? എന്റെ കുടുംബത്തെ എനിക്കും എന്റെ മക്കളുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാനുള്ള എന്ത് മാന്യതയാണ് അവൾക്കുള്ളത്? ഉമയമ്മ ദേവി നിർബന്ധിച്ചിട്ടോ നിങ്ങൾ പറഞ്ഞിട്ടോ സൂര്യ പ്രോത്സാഹിപ്പിച്ചിട്ടോ ഇന്ന് സുഹാസിനി പൂജയിൽ അവള് സുമംഗലി ആയെന്ന് പ്രഖ്യാപിച്ചാലും ശരിക്കും അങ്ങനെ ആവോ? അവള് നിങ്ങളുടെ മകന്റെ ഭാര്യയാണെന്ന് 1000 വട്ടം ആവർത്തിച്ചു പറഞ്ഞാലും അത് സത്യമല്ലെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അച്ഛനോ മകനോ ഏതെങ്കിലും ഒരാൾ അവളോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞ അതിനുള്ള പെട്ടിയും പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുത്തി.